അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇർഷാദുൽ ഇബാദ് സബുക്ക് 78. നിസ്കാരത്തിൻ്റെ സ്ഥാനവും മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കുന്ന നിരവധി ഹദീസുകൾ നമ്മൾ പല സബുക്കുകളിലായി മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ മുൻഗാമികളായ ആളുകൾ എങ്ങനെയായിരുന്നു ഈ നിസ്കാരത്തെ സമീപിച്ചിരുന്നത്, ഈ നിസ്കാരത്തെ എത്ര ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയും കൂടിയാണ് അവർ കണ്ടിരുന്നത് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന ചില ചരിത്ര ശകലങ്ങളാണ് നമ്മുടെ കിതാബിൽ അടുത്തതായി പ്രതിപാദിക്കാനിരിക്കുന്നത്. നിസ്കാരം ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്താണ്. ആ ഇബാദത്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നാം നിർവഹിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഷർത്തുകളും ഫർളുകളും എല്ലാം പാലിച്ചുകൊണ്ട്, ഒരു ഷർത്തിനും ഭംഗം വരാതെ, ഒരു അദബിനും കോട്ടം വരാതെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് അള്ളാഹുവിനോട് സംസാരിക്കുന്നതിൻ്റെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ടായിരിക്കണം നിസ്കാരം നിർവഹിക്കേണ്ടത്. ഇത് പല തവണകളായി നാം കൂടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മുൻഗാമികളായ ആളുകൾ നിസ്കാരത്തെ വളരെ വലിയ സ്ഥാനത്ത് നിർത്തിയിട്ട് വലിയ ബഹുമാനത്തോടെയായിരുന്നു നിസ്കാരത്തെ സമീപിച്ചിരുന്നത്. ഞാൻ കിതാബിലേക്ക് കടക്കട്ടെ. വഹുക്കിയാനി ഷെയ്ഖ് മുഈനുദ്ദീൻ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഈനുദ്ദീൻ സ്വഫവി റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് ഹിക്കായത്ത് ചെയ്യപ്പെടുന്ന ഒരു ഉദ്ധരണിയാണ് പറയുന്നത്. അന്നഹു ഖാല, ഷെയ്ഖ് മുഈനുദ്ദീൻ തങ്ങൾ പറയുകയാണ്, കാന ഷെയ്ഖ് അഹ്മദുൽ ഖർനവി സാകിനം ഫി ഗാരി ഖരീബിൻ മിനശ് ശാം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ ഖർനവി സിറിയക്കടുത്തുള്ള ഒരു ഗുഹയിൽ താമസിക്കുകയായിരുന്നു. ഫസുർത്തുഹു, ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയി. ഫഇദാ മാ അലൈഹി ഇല്ലൽ ജിൽദു വൽ അൾമ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എല്ലും തോലുമല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. ആകെ ഇബാദത്ത് ചെയ്ത് ശരീരം മെലിഞ്ഞൊട്ടിയിരുന്നു. വഹുവ ജാലിസുൻ അലാ സജ്ജാദ, അദ്ദേഹം തൻ്റെ മുസല്ലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഗുഹയിൽ. വബൈന യദൈഹി അസദാനി, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 2 സിംഹങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്ക് സമീപത്ത് മുമ്പിൽ 2 സിംഹങ്ങളുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും കീഴടങ്ങുമെന്നതിൻ്റെ നേർസാക്ഷ്യമാണ് കണ്ടത്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈഇൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരെ എല്ലാ വസ്തുക്കളും ഭയപ്പെടും എന്നുള്ള ഹദീസ് വിശ്രുതമാണല്ലോ പ്രിയപ്പെട്ടവരെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഞാൻ കയറി ചെന്നപ്പോൾ മെലിഞ്ഞൊട്ടിയ ശരീരവുമായി അദ്ദേഹം മുസല്ലയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫഖാല ലീ, അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, മിൻ ഐന തസ്വി, എവിടെ നിന്നാണ് കടന്നു വരുന്നത്, എവിടെ നിന്നാണ് താങ്കൾ വരുന്നത്? ഖുൽതു, ഞാൻ പറഞ്ഞു, മിൻ ബഗ്ദാദ്, ബഗ്ദാദിൽ നിന്ന് വരികയാണ്. ഖാല, അദ്ദേഹം പ്രതികരിച്ചു, മർഹബാ, സ്വാഗതം. വഅക്സിർ ഖിദ്മത്തൽ ഫുഖറാ ഹത്താ യഅ്ലുമ അംറുക, ഫഖീർമാർക്ക് ഖിദ്മത്ത് ചെയ്യുന്നത് നീ വർദ്ധിപ്പിക്കണം, പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് സേവനം ചെയ്യുന്നത് നീ വർദ്ധിപ്പിക്കണം മോനെ. ഹത്താ യഅ്ലുമ അംറുക, നിന്റെ കാര്യം മഹത്തരമാകുന്നത് വരെ, നീ മഹാനായി തീരുന്നത് വരെ സാധുക്കളായ ആളുകൾക്ക് സേവനം ചെയ്തുകൊണ്ടേയിരിക്കണം. വഇന്നി സകൻതു ഫീ ഹാദൽ ഗാരി, ഈ ഗുഹയിൽ ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട് മുൻപ് 40 സന, 40 വർഷമായി. വഅതസൽതുൽ ഖൽഖ, സൃഷ്ടികളെയൊക്കെ ഞാൻ വെടിഞ്ഞു നിൽക്കുന്നു. ആരോടും ബന്ധമില്ലാതെ, ഒരു പടപ്പിനോടും ബന്ധമില്ലാതെ ഈ ഗുഹയിൽ ഒറ്റക്ക് കഴിയുകയാണ്. വലാകിൻ മസ്തറഹ്തു മിനൽ ബുകാ, പക്ഷേ ഒരൊറ്റ ദിവസം പോലും എനിക്ക് കരയുന്നതിൽ നിന്നും മോചനം കിട്ടിയിട്ടില്ല, കരച്ചിലടക്കാനായിട്ടില്ല. മുൻപ് 30 സന, 30 വർഷമായി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലി അജ്രി ഖൗഫി ഷൈഇൻ, ഒരു കാര്യം ഭയപ്പെട്ടതുകൊണ്ട്. ഖുൽതു, ഞാൻ ചോദിച്ചു, മാഹുവ, അതെന്താണ് തങ്ങളെ, അതെന്താണ് താങ്കൾ ഇത്രമാത്രം ഭയപ്പെട്ട് കരയുന്ന കാര്യം? ഖാല അസ്വലാഹ്, നിസ്കാരമാണ് മോനെ, നിസ്കാരമാണ്. ഇദാ സ്വല്ലൈതു നളർതു ഫിയ വബകൈതു, ഞാൻ ഇവിടെ നിന്ന് നിസ്കരിക്കുന്നുണ്ടല്ലോ, ആ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നിലേക്കൊന്ന് നോക്കും, ഒന്ന് ചിന്തിക്കും. വബകൈതു, എന്നിട്ട് ഞാൻ കരയും. വഖുൽതു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം, ഞാൻ മനസ്സിൽ നിസ്കാരത്തിന്റെ കാര്യം ആലോചിച്ചുകൊണ്ട് പറയും, ലബിഖ്തല്ലത് ദർറതും മിനശ്ശുറൂത്ത് ളാഅത് ജമീഉ അഅമാലി, ഞാൻ നിസ്കരിച്ച നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു ഷർത്തിന് ഭംഗം വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു നിബന്ധനകൾക്ക് നിസ്കാരത്തിന് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പാലിക്കേണ്ട അദബിന് കോട്ടം വന്നു പോയിട്ടുണ്ടെങ്കിൽ, ളാഅത് ജമീഉ അഅമാലി, എൻ്റെ എല്ലാ അമലുകളും പാഴായി പോയല്ലോ. വദുരിബ ബിത്വാഅതി അലാ വജ്ഹി, എൻ്റെ ഇബാദത്തുകളെ കൊണ്ട് എൻ്റെ മുഖത്തേക്ക് അടിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി തീരുമല്ലോ. ഫഇൻ കുൻത യാ ഫഖീർ, തുടർന്ന് അദ്ദേഹം എന്നോട് പറയുകയാണ്, ഫഇൻ കുൻത യാ ഫഖീർ, അതുകൊണ്ടേ സാധു, ഈ താങ്കൾ ആണെങ്കിൽ തഖ്ദിറു അൻ തഖ്റുജ മിൻ ഉഹ്ദത്തി സ്വലാ, നിസ്കാരമാകുന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും മോചനം നേടാൻ,
അള്ളാഹുമായിട്ടുള്ള നിസ്കാരം എന്ന കരാറ് സമ്പൂർണമായ രീതിയിൽ നിർവഹിക്കാൻ താങ്കൾക്ക് സാധിക്കുമെങ്കിൽ ഫഅൽത അംറൻ അളീമ, നിങ്ങൾ വലിയ മഹത്തായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നിസ്കാരം അതിൻ്റെ അവ്വൽ വക്തിൽ തന്നെ അത് ശറഅ് പറഞ്ഞ രൂപത്തിൽ തന്നെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? നിസ്കാരം അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലാവുന്നുണ്ടോ? എന്നാൽ താങ്കൾ വലിയ മഹത്തരമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. വ ഇല്ല, അല്ല, നിസ്കാരത്തിന്റെ കാര്യത്തിൽ പിറകോട്ടാണോ? ദഹബൽ ഉംറു ബിൽ ഗഫ്ലതി വദാഅ, ജീവിതം മുഴുവനും അശ്രദ്ധയിലായിട്ട് പാഴായി പോയി മോനെ, പിന്നെ മറ്റൊരു കാര്യവും നിന്നെ രക്ഷപ്പെടുത്തുന്നതല്ല, വേറൊന്നുകൊണ്ടും കാര്യമില്ല, നിസ്കാരത്തിന്റെ കാര്യം പോക്കാണോ? എന്നാൽ ജീവിതം മുഴുവനും നഷ്ടത്തിലായി പോയി എന്ന് അദ്ദേഹം എനിക്ക് ഉപദേശവും തന്നു എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഈനുദ്ദീൻ തങ്ങൾ ഉദ്ധരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ നിസ്കാരത്തെ കണ്ടുവന്നിരുന്ന രീതിയാണ് ഈ പറഞ്ഞത്. ഇനി തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസില് ഇമാം തൊബ്രാനിയും അതുപോലെ ഇമാം ഇബ്നു ഖുസൈമയും ഇബ്നു ഹിബ്ബാനും തന്റെ സ്വഹീഹുകളിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ, ഹദീസാൻ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ കണ്ടു. ലാ യുതിമു റുകൂഅഹു, റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് ഒരാളെ നിസ്കരിക്കുന്ന രീതി റസൂലുള്ള കാണുകയാണ്. അദ്ദേഹം റുക്കൂ പൂർത്തിയാക്കുന്നില്ല, റുക്കൂയിൽ അടങ്ങി താമസിക്കാൻ കാത്തു നിൽക്കുന്നില്ല. വയൻഖുറു ഫീ സുജൂദിഹി, അതേ സുജൂദിൽ കോഴി കൊത്തുന്നത് പോലെ കൊത്തി എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. വഹുവ യുസല്ലി, നിസ്കരിച്ചു കൊണ്ടിരിക്കെ ചെയ്യുന്ന രീതി ഇതാണ്. വളരെ ഓവർ സ്പീഡായിട്ട് നിസ്കരിക്കുകയാണ്. നല്ല സ്പീഡിൽ നിസ്കരിക്കുന്ന കണ്ട ഒരാളെ കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ മാത ഹാദാ അലാ ഹാലിഹി, ഇദ്ദേഹം ഇതേ അവസ്ഥയിൽ തന്നെ മരണപ്പെടുകയാണെങ്കിൽ മാത അലാ ഗൈരി മില്ലത്തി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ പ്രസ്ഥാനത്തിലല്ലാതെ ഈമാൻ കിട്ടാതെ മരണപ്പെടുന്നതാണ്. അതെ, അദ്ദേഹം മരിക്കുമ്പോൾ ഈമാൻ കിട്ടുന്നതല്ല, മുസ്ലിമായി മരിക്കാൻ ഭാഗ്യമുണ്ടാകുന്നതല്ല. ഇതേ അവസ്ഥയിൽ ഈ നിസ്കാരത്തിന്റെ രീതി മാറ്റാതെ ഇങ്ങനെ സ്പീഡിൽ നിസ്കരിച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ തീരെ നിസ്കരിക്കാത്തവരുടെ കൂട്ടത്തിൽ പെട്ടിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനായിട്ടാണ് അവൻ മരണപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇന്നാ ലില്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം വളരെ സാവധാനത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആക്കി തീർക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. സുമ്മ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറഞ്ഞു, മസലുൽ ലദീ ലാ യുതിമ്മു റുകൂഅഹു വയൻഖുറു ഫീ സുജൂദിഹി, നിസ്കാരത്തിൽ റുകൂഅ പൂർത്തിയാക്കാത്തവന്റെ ഉദാഹരണം, വയൻഖുറു ഫീ സുജൂദിഹി, സുജൂദിൽ പക്ഷികൾ കൊത്തി എഴുന്നേൽക്കുന്നത് പോലെ, അതേ പക്ഷികൾ അന്നം കൊത്തുന്നത് പോലെ, ഇരകൾ കൊത്തുന്നത് പോലെ കൊത്തി എഴുന്നേൽക്കുന്ന ആളുടെ ഉപമ ഏതുപോലെ വിഷന്ന് വലഞ്ഞു നിൽക്കുന്ന ഒരാള് ഒന്നോ രണ്ടോ കാരക്ക തിന്ന് മതിയാക്കുന്നത് പോലെയാണ്. ലാ യുഗ്നിയാനി അൻഹു, അതുകൊണ്ട് അവനിക്ക് മതിയാകുന്നില്ല. അങ്ങനെ വിഷപ്പടക്കാൻ മാത്രം ഭക്ഷിക്കാതെ വിശന്ന് വലഞ്ഞു നിൽക്കുന്ന ഒരാള് ഒന്നോ രണ്ടോ കാരക്ക തിന്ന് മതിയാക്കിയാൽ എപ്രകാരമായിരിക്കുമോ അവൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും അവനിക്ക് ഒരേ അവസ്ഥ തന്നെയാണ്. അവനിക്ക് അതുകൊണ്ട് കാര്യമുണ്ടാകുന്നില്ല, മതിയാകുന്നില്ല. എന്നതുപോലെ തന്നെയാണ് ഒരാൾ നിസ്കരിക്കാൻ നിന്നിട്ട് വളരെ വേഗത്തിൽ സ്പീഡിൽ നിസ്കരിച്ച് തീർത്താൽ നിസ്കരിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ പോലെ തന്നെയാണ് ശേഷവും. നിസ്കാരം കൊണ്ടൊരു കാര്യം അവനിക്ക് ഉണ്ടായി തീരുന്നില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരണ സഹിതം പറയുകയാണ്. അഹ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ലാ യൻദുറുല്ലാഹു ഇലാ അബ്ദിൻ, നബി തങ്ങൾ പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യൻദുറുല്ലാഹു ഇലാ അബ്ദിൻ ലാ യുഖീമു സുൽബഹു മിൻ സുജൂദിഹി വറുകൂഇഹി, സുജൂദിലും റുകൂഇലും മുതുക് നേരെ നിർത്താത്ത ഒരു അടിമയിലേക്ക് അല്ലാഹു തആല ശ്രദ്ധിക്കുകയില്ല. അല്ലാഹു തആല തിരിഞ്ഞു നോക്കുന്നതല്ല അവന്റെ നിസ്കാരം. അവൻ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടണമെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ അതവോടുകൂടി നിൽക്കണം, അല്ലാഹുവിന്റെ മുമ്പിൽ സാവധാനത്തിൽ കാര്യങ്ങൾ ചെയ്യണം. അതേസമയം റുകൂഉം സുജൂദും പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടിയിട്ട് മുതുക് നേരെ നിർത്താൻ സമയമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അവന്റെ നിസ്കാരത്തിലേക്ക്, അവനിലേക്ക്, ആ അടിമയിലേക്ക് അല്ലാഹു തആല തിരിഞ്ഞു നോക്കുകയില്ല, ശ്രദ്ധിക്കുകയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അവന്റെ നിസ്കാരം കൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ അവനും നിസ്കരിക്കാത്തവനും ഒക്കെ സമമാണ്. അല്ലാഹു തആല ശ്രദ്ധിക്കുന്ന ഒരു നിസ്കാരമായി മാറുന്നില്ല. അല്ലാഹു തആല ആക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വുദൂ മുതൽക്ക് തന്നെ നിസ്കാരത്തിൽ അള്ളാഹുവിനോടുള്ള സംഭാഷണത്തിനും അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാനുമാണല്ലോ നാം പോകുന്നത് എന്നുള്ള ബോധത്തോടു കൂടി തന്നെ വുദൂ മുതൽ തുടങ്ങണം ആ ബോധം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അങ്ങനെ വുദൂഉം നല്ല ഖുശൂഅോടുകൂടി ചെയ്ത് നിസ്കാരത്തിലേക്ക് നല്ല ഖുശൂഅോടുകൂടി നിർവഹിച്ച് കടന്ന് അങ്ങനെ നിസ്കാരവും നല്ല
രീതിയിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി കിട്ടുന്ന രൂപത്തിൽ അള്ളാഹു താല നമ്മളെ ശ്രദ്ധിക്കുകയും അള്ളാഹുവിന് നമ്മളോട് റഹ്മത്ത് ദയയും ഉണ്ടാകുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ നിസ്കാരം ശരിയായ രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലാവുന്നുള്ളൂ. അള്ളാഹു താല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.